ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്കൂൾ തുറക്കാറായില്ല, ഞങ്ങളങ്ങനെ പോകാറൊന്നുമില്ല. ഇടയ്ക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വല്ലപ്പോഴൊക്കെ പോകാറുള്ളൂ. അപ്പോൾ അനിയത്തിൻ്റെ അമ്മയും മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയത് മഹാഗണി തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുള്ള് പച്ചപ്പ്, ഫുള്ള് കാട് പോലെയാണ്, ഫുള്ള് മരങ്ങളാണ്. വെറൈറ്റി മരങ്ങളെല്ലാം ഉണ്ട് അവിടെ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ കുറേ നടക്കാനുണ്ടായിരുന്നു. പിള്ളേരെ കുറേ നടന്ന അവശതയായി. ഞങ്ങൾ രാവിലെ ഒരു 10 മണി 11 മണി ആ ഒരു സമയത്താണ് ഞങ്ങളെല്ലാവരും പോയത്. അപ്പോൾ ഇതാണ് കാണുന്നത്. ഫുള്ള് പച്ചപ്പാണ്, പണ്ടത്തെ കാവൊക്കെ പോലെ ഇരിക്കും. ഫുള്ള് മരങ്ങളും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞ് ശരിക്കും നാഗത്തിൻ്റെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ, കുറേ നടക്കാനുണ്ട്. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നടക്കാൻ വേണ്ടിയിട്ട്. കണ്ട പഴയ സ്ഥലം പോലെയാണ് ഇരിക്കുന്നത്. ഫുള്ള് ഈ കാവൊക്കെ പോലെ ഇരിക്കുന്ന മരങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര വലിപ്പമുള്ള മരങ്ങൾ, വ്യത്യസ്ത മരങ്ങളുണ്ടെന്ന് ഇവിടെ വരുമ്പോൾ നമ്മൾ അറിയുന്നത് കേട്ടോ. കാരണം എല്ലാവർക്കും വ്യത്യസ്ത രീതികളായിരിക്കും മരങ്ങളെ. ഭയങ്കര പൊക്കമുള്ളതുണ്ട്, പൊക്കം കുറഞ്ഞത്, വണ്ണമുള്ളത്, വണ്ണം കുറഞ്ഞത് ഒക്കെ ആയിട്ട്. പിന്നെ പിള്ളേരൊക്കെ എടുത്തിട്ട് അതേമാതിരി ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു അവർക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം വീടിൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, ഇത്രയും ഇതുള്ള കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എപ്പോഴും വിചാരിക്കും വരണമെന്ന്, പക്ഷെ നമ്മളങ്ങനെ പോവാറില്ല. അപ്പോൾ കുറേ ചെന്ന് ഞായറാഴ്ച കാരണം ഒരുപാട് ടൂറിസ്റ്റ് കാര്യങ്ങളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാലാണ് ഫുള്ളും പിള്ളേർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള സംഭവം വരുന്നത്. കാരണം വെള്ളത്തിൽ കളിക്കാം, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചൂടത്ത് വെള്ളത്തിൽ കളിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വെള്ളത്തിൽ, ഞങ്ങൾ അങ്ങനെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഒരു 2-3 ഡ്രസ്സ് പിള്ളേർ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചു. നമുക്കാണെങ്കിൽ ഇറങ്ങാനും പറ്റിയില്ല, ഡ്രസ്സ് വേറെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായില്ല, പിള്ളേർ മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായുള്ളൂ. ഇതാണ് കാഴ്ച കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചു. പണ്ടത്തെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചതൊക്കെ ഓർത്തിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. കാരണം നല്ല രസമായിരുന്നു. എന്താ പറയുക, അത് ഒരു പ്രത്യേക രസമായിരുന്നു. വെള്ളത്തിൽ കളിക്കുക, ഊഞ്ഞാലാടാം. പിന്നെ പിള്ളേർ അവരൊക്കെ ചേച്ചിമാർ കുറേ ആൾക്കാരുകളുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പാട്ടൊക്കെ പാടി ഓളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലം കൂടി പോയി. ആ സ്ഥലത്തിൻ്റെ പേര് പാണേലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊരു സ്ഥലമായിരുന്നു. ആദ്യം ഇതേപോലെ തന്നെ കാടായിരുന്നു. പിള്ളേർ നടന്നെന്ന് എല്ലാവരും അവശതയായി. അവസാനം മടുപ്പായി. കാരണം അവിടെ ഒന്നും അധികം കാണാനുണ്ടായില്ല. ആദ്യം പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമായിരുന്നു. രണ്ടാമത്തെ സ്ഥലത്ത് പോയിട്ട് ഭയങ്കര ഒഴുക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പുറത്ത് പോയി കണ്ട് അപ്പം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ ചെയ്തത്. കാരണം ഒരുപാട് നടന്ന എല്ലാ പിള്ളേരും അവശതയായി, ഞങ്ങളും അവശതയായിരിക്കും. ഇത്രയും ഉണ്ടായുള്ളൂ കേട്ടോ ഇന്ന്.